ഹോസ്പിറ്റലിൽ പോയായിരുന്നല്ലേ? ആ അതെ, സമൃദ്ധിക്ക് ചെറിയൊരു തലവേദന. സമൃദ്ധിക്ക് സുഖമാണല്ലേ? ഡോ, രാജീവ് തന്നോടാ ചോദിച്ചത്. ചെറിയൊരു തലവേദനയുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. പണ്ടത്തെ അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ലല്ലേ? ഇല്ല. നിങ്ങൾ തമ്മിൽ ഇതുവരെ എന്താ വിവാഹം കഴിക്കാതിരുന്നത്? ഏയ്, അതൊന്നും പറ്റില്ല. സമൃദ്ധയുടെ വീട്ടുകാരും ഇതുവരെ അന്വേഷിച്ചു വന്നില്ലല്ലേ? ഇല്ല, വന്നിട്ടില്ല. അത് നന്നായി. താൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ആ കുട്ടി അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വാ. ഒരു ടെൻഷനും വേണ്ട. എനിക്കറിയാവുന്നതൊക്കെ എന്റെ ഉള്ളില് ഭദ്രമായിരിക്കും. ഞാൻ ഇറങ്ങട്ടെ. ഒരു സ്കെൽറ്റൻ കണ്ടെത്തിയ കേസുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലാണ് ഞാനിപ്പം. അതിന്റെ എവിഡൻസ് കളക്ട് ചെയ്യാൻ പോയിട്ട് വരുന്ന വഴിയാ. കുറച്ച് തിരക്കുണ്ട്, നമുക്ക് പിന്നെ കാണാം. കാണാം, പോട്ടെ. എപ്പോഴാവുന്ന നിനക്ക് രാജീവേട്ടനായത്? ഒരിക്കൽ നീ തന്നെ വേണ്ടെന്ന് വെച്ചതല്ലേ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പക്ഷേ അമ്മ ചെയ്തു വച്ചിട്ടുള്ളതൊക്കെ തിരിച്ചടിക്കാതെ നോക്കിക്കോ. നോക്കണ്ട, മരിച്ചുപോയ സമൃദ്ധയെ പോലും ജീവിപ്പിച്ച ആളാണല്ലോ അമ്മ. മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. സമൃദ്ധ എങ്ങാനും കേട്ടാലുണ്ടല്ലോ. സമൃദ്ധ കേട്ടാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല, അതൊക്കെ അമ്മയുടെ ഇഷ്ടം. പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ഇനി എന്റെ ഇഷ്ടങ്ങൾ മാത്രമേ നോക്കൂ. എന്നാ പിന്നെ അവനെ പണ്ടേ കെട്ടിക്കൂടായിരുന്നോ? അതിനിപ്പോ ഞാൻ വിചാരിച്ചോ അയാളിപ്പോ CA ആവോന്ന്? അവസരത്തിനൊത്ത് മാറാൻ നിനക്ക് എങ്ങനെ കഴിയുന്നടി? അമ്മേ, അഭിപ്രായം ഇരുമ്പൊലക്കയല്ലെന്ന് അമ്മയ്ക്കിപ്പോ മനസ്സിലായില്ലേ? പക്ഷെ സമൃദ്ധയുടെ കാര്യത്തിൽ അമ്മ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അവള് വിചാരിച്ചാൽ ഇനിയും ഇതുപോലെ നമ്മളെ ദ്രോഹിക്കാൻ സാധിക്കും. എന്ന് കരുതി നമുക്ക് എപ്പോഴും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഏട്ടാ? ആ കേസിന്റെ കാര്യം ഒന്നുകൂടി സ്ട്രോങ് ആക്കണം. ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കണം. എല്ലാറ്റിനും പണം വേണം. നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ? എന്തു തുടങ്ങിയിട്ട് എന്തിനാ? എല്ലാം അവള് പിന്നാലെ വന്ന് തകർക്കില്ലേ? ഇങ്ങനെ പിന്നാലെ നടന്ന് ദ്രോഹിച്ച അവരെ അങ്ങ് തീർത്ത് കളയണം. അങ്ങനെയൊന്നും നമ്മളിപ്പോ ചിന്തിക്കണ്ട. ഇത് അവളുടെ കാലവാ. ഇതുപോലുള്ള അവളുടെ ആട്ടം
ഇനിയും ഒരുപാട് കാണേണ്ടി വരും. പക്ഷേ അതിനു മുമ്പ് പുതിയ എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം. ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ. അതല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാന്ന്. ഇപ്പം നമ്മളെ കൊണ്ട് ഒന്നും കൂട്ടിയാ കൂടില്ല. സമയം വരും. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും അവന്തിക താഴെ വീഴുന്ന ഒരു സമയം വരും. നമ്മുടെ കയ്യിൽ നിന്ന് അവൾ പിടിച്ചു വാങ്ങിയതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചാൽ മാത്രം പോരാ, അവര് നമ്മളോട് ചെയ്തതിനെല്ലാം എണ്ണി എണ്ണി പകരം ചോദിക്കണം. അത് വേണം അനുപേട്ട, ഇല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യമുണ്ട്. അവന്തിക വളർത്തുന്ന ആ കുട്ടി യഥാർത്ഥത്തിൽ ആരാ? എന്തായാലും അത് അവരുടെ കുട്ടിയല്ലെന്നുള്ളത് ഉറപ്പാ. ഇനി എടുത്തു വളർത്തുന്നതായിരിക്കോ? അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ അവളെടുത്ത് വളർത്തുമോ? ആ, ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം. ആ കുട്ടിക്ക് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്.